നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കണ്ണൂർ മുൻ ADMK നവീൻ ബാബുവിന്റെ ദുരൂഹ മരണം. അതിൽ CBI അന്വേഷണം വേണമെന്ന ശക്തമായ ആവശ്യവുമായി കുടുംബം നിൽക്കുകയാണ്. ഇപ്പോൾ ഈ CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് സമരവുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. ഈ CBI അന്വേഷണം ഏറ്റെടുക്കുന്നത് വരെ കോൺഗ്രസും പോഷക സംഘടനകളും സമരം നടത്തുമെന്ന് അധികൃതർ അറിയിച്ചിരിക്കുകയാണ്. KPCC സെക്രട്ടറി അഡ്വക്കേറ്റ് N. ശൈലജാണ് ഇത്തരത്തിൽ CBI അന്വേഷണം ഏറ്റെടുക്കുന്നത് വരെ സമരം തുടരുമെന്ന കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. CBI അന്വേഷണം എന്ന കുടുംബത്തിന്റെയും പൊതുസമൂഹത്തിന്റെയും ആവശ്യം അട്ടിമറിക്കുന്ന പിണറായി സർക്കാരിന്റെ നീക്കങ്ങൾക്കെതിരെ കേരള പ്രദേശ് കർഷക കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മലയാലപ്പുഴയിൽ സംഘടിപ്പിച്ച സായാഹ്ന ധർണ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കർഷക കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് K. സിറാജുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. KPCC അംഗം മാത്യു കുളത്തുങ്കൽ, DCCC സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി സാമുവൽ കിഴക്കുപുറം, ഭാരവാഹികൾ അടക്കമുള്ളവർ ഈ ഒരു സമരത്തിൽ പങ്കെടുക്കുകയുണ്ടായി. അതേസമയം കണ്ണൂർ ADMK ആയിരുന്ന നവീൻ ബാബുവിന്റെ മരണം സംബന്ധിച്ച് അന്വേഷണത്തിന്റെ കേസ് ഡയറി ഹാജരാക്കാൻ ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരുന്നു. CBI അന്വേഷണം ആവശ്യപ്പെട്ട് നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ നൽകിയ അപ്പീലിനാണ് ജസ്റ്റിസ് PV സുരേഷ് കുമാർ, ജസ്റ്റിസ് ജോബിൻ സെബാസ്റ്റ്യൻ എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശം നൽകിയത്. നേരത്തെ അപ്പീൽ വിധി പറയാൻ മാറ്റിയിരുന്ന ഡിവിഷൻ ബെഞ്ച് മഞ്ജുഷയുടെ അഭിഭാഷകൻ മാറിയതിനെ തുടർന്ന് വീണ്ടും വിശദവാദം കേട്ട ശേഷം വിധി പറയാൻ മാറ്റുകയായിരുന്നു. CBI അന്വേഷണ ആവശ്യം സിംഗിൾ ബെഞ്ച് തള്ളിയതിനെ തുടർന്നായിരുന്നു മഞ്ജുഷ അപ്പീൽ നൽകിയത്. നരഹത്യാ സാധ്യത മുൻനിർത്തി പോലീസ് അന്വേഷണം നടത്തുന്നില്ലെന്നും നവീൻ ബാബുവിന്റെ മരണം ആത്മഹത്യയാണെന്ന തീരുമാനത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘം എന്നുമാണ് അപ്പീലിലെ വാദം. കെട്ടിത്തൂക്കി കൊലപ്പെടുത്തിയതാണോ എന്നത് SIT അന്വേഷിക്കുന്നില്ല. നിലവിലെ അന്വേഷണം തെറ്റായ ദിശയിലാണെന്നും അന്വേഷണം CBI ഏൽപ്പിക്കണമെന്നും ഹർജിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. 2024 ഒക്ടോബർ 15-നായിരുന്നു നവീൻ ബാബുവിന്റെ മരണം. നരഹത്യാ സാധ്യതയും അന്വേഷിക്കുമെന്ന് പ്രോസിക്യൂഷൻ ഡയറക്ടർ ജനറൽ TA ഷാജി അറിയിച്ചിരുന്നു. ഫലപ്രദമായ അന്വേഷണം നടത്തുന്നില്ലെന്നും പ്രതി ചേർക്കപ്പെട്ട PP ദിവ്യയ്ക്ക് ഉന്നത സ്വാധീനമുണ്ടെന്നും ആരോപിച്ചാണ് അപ്പീൽ. വസ്തുതകൾ ശരിയായി വിശകലനം ചെയ്യാതെയാണ് സിംഗിൾ ബെഞ്ച് ഹർജി തള്ളിയതെന്നും അപ്പീലിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് കുടുംബം നിർണായകമായ ഒരു നീക്കം നടത്തിയിരുന്നു. കണ്ണൂർ ADMK നവീൻ ബാബുവിന്റെ മരണത്തിൽ ഹൈക്കോടതിയിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം ആവശ്യപ്പെട്ട അഭിഭാഷകനെ കുടുംബം മാറ്റി. ക്രൈംബ്രാഞ്ച് അന്വേഷണം ആവശ്യപ്പെടാൻ അഭിഭാഷകനായ S. ശ്രീകുമാറിനെ ചുമതലപ്പെടുത്തിയിരുന്നില്ലെന്ന് ചൂണ്ടിക്കാണിച്ചാണ് വക്കാലത്ത് അവസാനിപ്പിക്കുന്നതായി കുടുംബം അറിയിച്ചത്. കുടുംബത്തിന്റെ താൽപര്യത്തിന് വിരുദ്ധമായാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണം ആവശ്യപ്പെട്ടതെന്ന് കുടുംബം അറിയിച്ചു. CBI അന്വേഷണമില്ലെങ്കിൽ ഉന്നത ഉദ്യോഗസ്ഥന്റെ മേൽനോട്ടത്തിലുള്ള ക്രൈംബ്രാഞ്ച് അന്വേഷണം വേണമെന്നായിരുന്നു നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷയ്ക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകൻ ആവശ്യപ്പെട്ടത്. ഈ ആവശ്യത്തെ സർക്കാരും എതിർത്തില്ല. പ്രത്യേക അന്വേഷണ സംഘത്തിൽ വിശ്വാസമില്ലെന്നും അതിനാൽ CBIയോ അതല്ലെങ്കിൽ ക്രൈംബ്രാഞ്ചോ അന്വേഷണം നടത്തണമെന്നുമായിരുന്നു ശ്രീകുമാർ വാദിച്ചത്. CBI അന്വേഷണം എന്ന ആവശ്യം സിംഗിൾ ബെഞ്ച് തള്ളിയതിനെതിരായ അപ്പീലാണ് ഡിവിഷൻ ബെഞ്ച് പരിഗണിച്ചത്. ജസ്റ്റിസ് PV സുരേഷ് കുമാർ, ജസ്റ്റിസ് ജോബിൻ സെബാസ്റ്റ്യൻ എന്നിവരടങ്ങിയ ബെഞ്ച് അപ്പീൽ ഉത്തരവിനായി മാറ്റിയിരുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.